ും തോൽക്കാത്ത മനസ്സ്. കുട്ടിക്കാലത്ത് പത്രം വിറ്റായിരുന്നു കലാം തന്റെ കുടുംബത്തിനെ സഹായിച്ചിരുന്നത്. പഠനത്തിലും ജോലിയിലും അദ്ദേഹം ഒരേപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു എയർഫോഴ്സ് പൈലറ്റ് ആവുക എന്നത്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കലാമിന് പറ്റിയില്ല. കാരണം ആ ഒരു പൈലറ്റ് തെരഞ്ഞെടുപ്പിൽ കലാം 9ാം സ്ഥാനത്തായിരുന്നു. വെറും ഒറ്റ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ആ ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം പ്രതിരോധ ഗവേഷണത്തിലേക്ക് തിരിഞ്ഞു. ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ചിലപ്പോൾ നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാത്തതും അതിനും വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കാനായിരിക്കാം. പരാജയങ്ങളെ തോൽവിയായി കാണാതെ പുതിയ സാധ്യതകളേക്കുള്ള ഒരു വാതിലായി കാണുക.